2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകളുടെ കൂട്ടത്തിൽ 10ാം സ്ഥാനത്തുള്ളത് കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ഷാഹി കബീർ ആയിരുന്നു. കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമാർന്ന വേഷങ്ങളിൽ ഒന്നാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ഹരിശങ്കർ. വളരെ ഗംഭീരമായി കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ചു ഫലിപ്പിച്ച കഥാപാത്രമായിരുന്നു CI ഹരിശങ്കർ. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 54.45 കോടി നേടിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി സൂപ്പർ ഹിറ്റ് ടാഗാണ് നേടിയത്. ഡൊമസ്റ്റിക് ഗ്രോസ് ഏതാണ്ട് 33.90 കോടി രൂപയാണ്. ഓവർസീസിൽ നിന്ന് ഏതാണ്ട് 2.36 മില്യൺ ഡോളറാണ് നേടിയത്, ഏതാണ്ട് 21 കോടി രൂപയോളം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 29.30 കോടി രൂപയും, തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 1.10 കോടി രൂപയും, കർണാടകത്തിൽ നിന്ന് 2.35 കോടി രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1.15 കോടി രൂപയുമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി സ്വന്തമാക്കിയത്. കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിട്ടാണ് ഈ ചിത്രം തിയേറ്റർ വിട്ടത്. ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ 9ാം സ്ഥാനത്തുള്ളത് ആസിഫ് അലിയുടെ രേഖാചിത്രമാണ്. ജോഫിൻ ടി ചാക്കോ ഒരുക്കിയ ചിത്രത്തിൽ നായികയായി എത്തിയത് അനശ്വര രാജനാണ്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 57.30 കോടി രൂപയാണ് ഈ ചിത്രം സ്വന്തമാക്കിയത്. ആസിഫ് അലിയുടെ രണ്ടാമത്തെ 50 കോടി ചിത്രമായിരുന്നു രേഖാചിത്രം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 26.85 കോടി രൂപ നേടിയ ഈ ചിത്രം ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്ന് 2.96 മില്യൺ ഡോളറുമാണ് നേടിയത്. ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിറ്റായിരുന്നു രേഖാചിത്രം. ജോഫിൻ ടി ചാക്കോയുടെയും രണ്ടാമത്തെ ചിത്രമായ രേഖാചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ടാഗാണ് നേടിയത്. കാതോട് കാതോരം എന്ന പഴയ മലയാള ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഈ ചിത്രത്തിന്റെ ഒരു കഥാപശ്ചാത്തലമായി വരുന്നത്. മമ്മൂട്ടിയായി തന്നെ AI സഹായത്തോടെ ഈ ചിത്രത്തിൽ എത്തിയിരുന്നു. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 1.10 കോടി രൂപയും, കർണാടക ബോക്സ് ഓഫീസിൽ നിന്ന് 2.70 കോടി രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് 1.20 കോടി രൂപയുമാണ് രേഖാചിത്രം സ്വന്തമാക്കിയത്. കളക്ഷനിൽ 8ാം സ്ഥാനത്തുള്ളത് ആലപ്പുഴ ജിങ്കാനയാണ്. നെസ്ലിനെ നായകനാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 69.13 കോടി രൂപയാണ് നേടിയത്. ഡൊമസ്റ്റിക് ഗ്രോസ് 48.80 കോടി രൂപയും ഓവർസീസിൽ നിന്ന് 2.38 മില്യൺ ഡോളറുമാണ് ആലപ്പുഴ ജിങ്കാന സ്വന്തമാക്കിയത്. 2025 വിഷുക്കാലം സ്വന്തമാക്കിയ ചിത്രമായിരുന്നു ആലപ്പുഴ ജിങ്കാന. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 1.70 കോടി രൂപയും, കർണാടക ബോക്സ് ഓഫീസിൽ നിന്ന് 2.60 കോടി രൂപയും നേടിയ ആലപ്പുഴ ജിങ്കാന ആന്ധ്രാപ്രദേശ് തെലങ്കാന മാർക്കറ്റിൽ നിന്ന് 5.50 കോടി രൂപ വാരിക്കൂട്ടി. ഓവർസീസ് മാർക്കറ്റിലും ഗംഭീര പ്രകടനമാണ് ആലപ്പുഴ ജിങ്കാന നടത്തിയത്. നോർത്ത് അമേരിക്കയിലും UK അയർലൻഡിലും GCCയിലും എല്ലാം ഭേദപ്പെട്ട പ്രകടനം ഈ ചിത്രം നടത്തി. ഖാലിദ് റഹ്മാന്റെ ഈ ചിത്രം ബോക്സിങ്ങിനെ അടിസ്ഥാനമാക്കിയാണ് കഥ പറഞ്ഞിരിക്കുന്നത്. വലിയ ഹൈപ്പിൽ റിലീസിനെത്തിയ ആലപ്പുഴ ജിങ്കാന പക്ഷേ സമ്മിശ്ര പ്രതികരണമാണ് നേടിയത്. എങ്കിലും ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടാൻ ആലപ്പുഴ ജിങ്കാനയ്ക്ക് കഴിഞ്ഞു. കളക്ഷനിൽ 7ാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ ഹൃദയപൂർവ്വമാണ്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 75.60 കോടി രൂപയാണ് ഈ മോഹൻലാൽ ചിത്രം സ്വന്തമാക്കിയത്. സത്യൻ അന്തിക്കാടിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു 2025 ഓണത്തിന് റിലീസ് ചെയ്ത് ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായി മാറിയ ഈ ലാലേട്ടൻ ചിത്രം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 42.20 കോടി രൂപയാണ് ഹൃദയപൂർവ്വം സ്വന്തമാക്കിയത്. ഓവർസീസ് മാർക്കറ്റിലും ഗംഭീര പ്രകടനമായിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ ഭേദപ്പെട്ട പ്രകടനം മാത്രമാണ് ഹൃദയപൂർവ്വം നടത്തിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് 4 കോടിയോളം രൂപയാണ് ഹൃദയപൂർവ്വം നേടിയത്. മോഹൻലാൽ ചിത്രം ആയതുകൊണ്ട് തന്നെ ഓവർസീസിലെ മെയിൻ ടെറിട്ടറികളിൽ നിന്നെല്ലാം വലിയ രീതിയിൽ കളക്ഷൻ എടുക്കാൻ ഹൃദയപൂർവ്വത്തിന് കഴിഞ്ഞു. 2025 മോളിവുഡിന്റെ ഇൻഡസ്ട്രി ഹിറ്റായ ലോകയ്ക്കൊപ്പമാണ് ഹൃദയപൂർവ്വം മത്സരിച്ചത്. ലോകയോടൊപ്പം മത്സരിച്ചത് കൊണ്ട് തന്നെ ഹൃദയപൂർവ്വത്തിന്റെ കളക്ഷനിൽ ഇടിവ് വന്നിട്ടുണ്ട്. ലോക എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തി ആഗോള ബോക്സ് ഓഫീസിലും കേരള ബോക്സ് ഓഫീസിലും ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രമായിരുന്നു. കളക്ഷനിൽ 6ാം സ്ഥാനത്തുള്ളത് പ്രണവ് മോഹൻലാലിന്റെ DA0 ബ്രഹ്മയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ ഒരുക്കിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റാണ് നേടിയത്. ഒരു ഹൊറർ ചിത്രം മലയാള സിനിമയിൽ നിന്ന് നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് DA0 സ്വന്തമാക്കിയത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 82.65 കോടി രൂപയാണ് DA0 നേടിയത്. പ്രണവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായും DA0 മാറി. ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ നിന്ന് 49.20 കോടി രൂപയും ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് 3.76 മില്യൺ ഡോളറുമാണ് DA0 സ്വന്തമാക്കിയത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി ഏതാണ്ട് 38 കോടിക്ക് മുകളിൽ DA0 നേടി. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ ഗംഭീര പ്രകടനമാണ് ഈ ചിത്രം നടത്തിയത്. ഏതാണ്ട് 11 കോടിയോളം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് മാത്രമായി പ്രണവിന്റെ ഈ ചിത്രം സ്വന്തമാക്കിയത്. പ്രണവിന്റെ ഗംഭീര പ്രകടനം തന്നെയായിരുന്നു സിനിമയുടെ നട്ടെല്ല്. അതിനൊപ്പം രാഹുൽ സദാശിവന്റെ ഗംഭീര മേക്കിങ്ങുമായിരുന്നു. നോർത്ത് അമേരിക്കയിൽ നിന്ന് ഏതാണ്ട് $500K ഈ ചിത്രം നേടിയത്.
UK, അയർലൻഡ്, GCC തുടങ്ങിയ മാർക്കറ്റിലെല്ലാം ഗംഭീര പ്രകടനം ഈ ചിത്രം നടത്തിയിരുന്നു. പ്രണവ് മോഹൻലാലിന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ഡിയർ സീറേ. 5-ാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് മമ്മൂട്ടി വില്ലനായെത്തി വിനായകൻ നായകനായി എത്തിയ കളംകാവലാണ്. ഒരിടവേളയ്ക്ക് ശേഷം തിയേറ്ററിലെത്തിയ കളംകാവൽ മമ്മൂട്ടിക്ക് വലിയ നേട്ടമാണ് നേടിക്കൊടുത്തത്. മമ്മൂട്ടിയുടെ വില്ലൻ വേഷം തന്നെയായിരുന്നു ഈ ചിത്രത്തിന് ഇത്രയേറെ കളക്ഷൻ നേടാൻ സഹായിച്ചത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 83.19 കോടി രൂപയാണ് കളങ്കാവൽ സ്വന്തമാക്കിയത്. ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ നിന്ന് 44.55 കോടി രൂപയും ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് $4.29 മില്യൺ കളങ്കാവൽ നേടിയത്. പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായി മാറിയ മമ്മൂട്ടിയുടെ ഈ ചിത്രത്തിലെ പ്രകടനം തന്നെയാണ് ഈ വലിയ ബോക്സ് ഓഫീസ് കളക്ഷന് പിന്നിൽ. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 37 കോടിക്ക് മുകളിൽ നേടിയ ഈ ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് 7 കോടിക്ക് മുകളിലും കളക്ഷൻ എടുത്തു. ഓവർസീസ് മാർക്കറ്റിൽ GCCയിലാണ് ഗംഭീര പ്രകടനം ഈ സിനിമ നടത്തിയത്. $3.42 മില്യൺ GCCയിൽ നിന്ന് മാത്രം ഈ ചിത്രം നേടിയത്. മമ്മൂട്ടിയുടെ കരിയറിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായി കളങ്കാവൽ മാറി. 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ 4-ാം സ്ഥാനത്തുള്ളത് നിവിൻ പോളിയുടെ സർവമായയാണ്. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ഈ ചിത്രം വലിയ രീതിയിലുള്ള കളക്ഷനാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. നിവിൻ പോളിയുടെ ശക്തമായ തിരിച്ചുവരവായിരുന്നു ഈ ചിത്രം. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 151 കോടിയോളം രൂപയാണ് സർവമായ ഇതുവരെ നേടിയത്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് 90 കോടിയോളം രൂപയും ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് $6.71 മില്യൺ സർവമായ നേടിയത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വലിയ കളക്ഷനാണ് സർവമായ നേടിയത്. നിവിൻ പോളിയുടെ ആദ്യ 100 കോടി ചിത്രമായ സർവമായ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞത് 78 കോടിയോളം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് 12 കോടിയോളം രൂപയാണ് സർവമായ നേടിയത്. ഓവർസീസിൽ നോർത്ത് അമേരിക്കയിലൊക്കെ ചിത്രം ഗംഭീര പ്രകടനം നടത്തി. അതുപോലെ GCC മാർക്കറ്റിലും ഭേദപ്പെട്ട പ്രകടനമായിരുന്നു ചിത്രത്തിനുണ്ടായിരുന്നത്. നിവിൻ പോളിയുടെ ബോക്സ് ഓഫീസ് പവറിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു സർവമായ അടിവരയിട്ടത്. നിവിൻ പോളി അജു വർഗീസ് കോംബോ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. ഒരു ഫീൽ ഗുഡ് മലയാളം ചിത്രത്തിന് നേടാവുന്ന മാക്സിമം കളക്ഷനാണ് സർവമായ വാരിക്കൂട്ടിയത്. പ്രേമത്തിന് ശേഷമുള്ള നിവിൻ പോളിയുടെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രമായി സർവമായ മാറി. കളക്ഷനിൽ 3-ാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ തുടരും. 2025 ഏപ്രിൽ മാസം തിയേറ്ററിലെത്തിയ ഈ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് വാരിക്കൂട്ടിയത് 233.61 കോടി രൂപയാണ്. കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രം മോളിവുഡിൽ നിന്ന് ആദ്യമായി കേരള ബോക്സ് ഓഫീസിൽ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ചിത്രമായിരുന്നു. 118.90 കോടി രൂപയാണ് തുടരും സ്വന്തമാക്കിയത്. ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് $11 മില്യൺ തുടരും നേടിയത്. ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് 100 കോടിക്ക് അടുപ്പിച്ച് കളക്ഷനാണ് തുടരും സ്വന്തമാക്കിയത്. ഏതായാലും മോഹൻലാലിന്റെ കരിയറിലെ വമ്പൻ ഹിറ്റുകളിൽ ഒന്നായി തുടരും മാറി. മോളിവുഡിൽ കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രവും തുടരുമായിരുന്നു. 2018 കളക്ഷൻ റെക്കോർഡാണ് തുടരും മറികടന്നത്. പിന്നീടെത്തിയ ലോക തുടരുമിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ മറികടന്നിരുന്നു. കേരള ബോക്സ് ഓഫീസിലും ഓവർസീസ് ബോക്സ് ഓഫീസിലും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും ഈ ചിത്രം വലിയ രീതിയിൽ കളക്ഷൻ നേടിയിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് 20 കോടിയോളം കളക്ഷനാണ് തുടരും നേടിയത്. കളക്ഷനിൽ 2-ാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ തന്നെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ എമ്പുരാനാണ്. 265.50 കോടി രൂപ നേടി മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റായി എമ്പുരാൻ മാറിയിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 86.25 കോടി രൂപയാണ് എമ്പുരാൻ നേടിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് 35 കോടി രൂപയോളവും എമ്പുരാൻ സ്വന്തമാക്കി. മോളിവുഡിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രമായ എമ്പുരാൻ പക്ഷേ വലിയ നേട്ടം സ്വന്തമാക്കിയത് ഓവർസീസ് മാർക്കറ്റിൽ നിന്നുമായിരുന്നു. ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് എമ്പുരാൻ നേടിയത് ഏതാണ്ട് $17 മില്യൺ അടുത്താണ്. അതായത് ഏതാണ്ട് 144 കോടി രൂപയോളം. ഒരു മലയാള സിനിമയ്ക്കും ഇതിനോളം കളക്ഷൻ ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ല. ലോഹയ്ക്ക് പോലും എമ്പുരാന്റെ ഓവർസീസ് ഗ്രോസ് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഓവർസീസ് മാർക്കറ്റിൽ മോഹൻലാലിനുള്ള വലിയ സ്വീകാര്യതയും ലൂസിഫറിന്റെ 2-ാം ഭാഗമായി എത്തിയ സിനിമ എന്ന പേരുമൊക്കെയാണ് എമ്പുരാന് ഇത്രത്തോളം വലിയ കളക്ഷൻ നേടാൻ സഹായകമായത്. ഏതായാലും എമ്പുരാന്റെ 3-ാം ഭാഗം വരുമോ എന്നുള്ളത് ഉറപ്പില്ലാത്ത കാര്യമാണ്. അങ്ങനെ വന്നാൽ മലയാള സിനിമയ്ക്ക് വലിയ നാഴിക കല്ലുകൾ തന്നെ സ്വന്തമാക്കാൻ കഴിയും. 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമയായി മാറിയത് ലോഹയാണ്. ദുൽഖർ സൽമാൻ നിർമ്മിച്ച ഈ ചിത്രത്തിൽ കല്യാണി പ്രിയദർശനും നെസ്ലനുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 302.65 കോടി രൂപ നേടിയ ലോക കേരള ബോക്സ് ഓഫീസിൽ 120 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത്. അങ്ങനെ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി ലോക മാറി. ആഗോള ബോക്സ് ഓഫീസിലും ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രമായിരുന്നു ലോക. ഓവർസീസ് മാർക്കറ്റിൽ പക്ഷേ എമ്പുരാന് പിറകിലാണ് ലോക. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ മഞ്ഞുമൽ ബോയ്സിനും പിറകിലാണ്. പക്ഷേ കേരള ബോക്സ് ഓഫീസിൽ
തുടരുമനെ മറികടന്ന് ഇൻഡസ്ട്രി ഹിറ്റായി ലോക മാറി. ആഗോള ബോക്സ് ഓഫീസിൽ മോഹൻലാലിന്റെ തന്നെ എമ്പുരാനെയും ലോക മറികടന്നു. ലോക 5 ഭാഗങ്ങളുള്ള ഒരു സിനിമാ സീരീസാണ്. അതിലെ ആദ്യത്തെ ചിത്രം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ദുൽഖർ സൽമാനും ടോവിനോയും ഒക്കെ ഈ ചിത്രങ്ങളിൽ ഭാഗമായിരുന്നു. മമ്മൂട്ടിയും വരും ഭാഗങ്ങളിൽ ഭാഗമാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിയ വിജയമായി ലോക മാറി. 2025 ഏറ്റവും വലിയ ഹിറ്റ് എന്ന പേര് ലോകയ്ക്ക് സ്വന്തമാണ്. മറ്റ് പല വലിയ വിജയങ്ങൾ ഉണ്ടെങ്കിൽ പോലും സൂപ്പർ താരങ്ങൾ പോലും ഭാഗമാവാതിരുന്ന ഈ ചിത്രം ഇത്രയേറെ കളക്ഷൻ നേടിയത് പ്രൊഡക്ഷൻ ക്വാളിറ്റി കൊണ്ടും സംവിധാനത്തിലെയും രചനയിലെയും മികവ് കൊണ്ടും കൂടെയാണ്.